വാർത്താ നിമിഷം ആരംഭിക്കുന്ന പ്രധാന വാർത്തകൾ. നിഖിൽ തോമസിന്റെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുകൾ കണ്ടെടുത്തു. നിർണായക രേഖകൾ പോലീസ് കണ്ടെടുത്തത് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ. കേസിൽ തെളിവെടുപ്പ് തുടരും. സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി എറണാകുളത്തെ ഓറിയോൺ സ്ഥാപനത്തിൽ എത്തിച്ച് തെളിവെടുത്തേക്കും. കെ സുധാകരനും വി ഡി സതീശനും ഇന്ന് ഡൽഹിയിലേക്ക് ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നേതൃത്വത്തെ ധരിപ്പിക്കും. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് നീട്ടണമെന്നും ആവശ്യപ്പെടും. ക്ഷീരസാന്ത്വനം പദ്ധതി തുടരുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി. കേരള വിഷൻ ന്യൂസ് ഇമ്പാക്ട്. മന്ത്രിയുടെ പ്രതികരണം: പദ്ധതി മുന്നറിയിപ്പില്ലാതെ നിർത്തലാക്കിയെന്ന വാർത്തയെ തുടർന്ന് മിൽമ ക്ഷേമനിധി ബോർഡ് ഫണ്ട് ഉപയോഗിച്ച് പദ്ധതി നടപ്പാക്കും. ബ്രിജ്ഭൂഷണെതിരായ പ്രത്യക്ഷ സമരം അവസാനിപ്പിച്ച ഗുസ്തി താരങ്ങൾ. തീരുമാനം കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതോടെ നിയമപോരാട്ടം തുടരുമെന്നും താരങ്ങൾ. സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിനും വിലക്ക്. ടെന്നീസ് പുരുഷ സിംഗിൾസ് 1ാം റാങ്കിലേക്ക് തിരിച്ചെത്തി കാർലോസ് അൽക്കാരസ്. തിരിച്ചുവരവ് ക്യൂൻസ് ക്ലബ് ചാമ്പ്യൻഷിപ്പിലെ കിരീട നേട്ടത്തോടെ. ഓസ്ട്രേലിയൻ താരത്തെ പരാജയപ്പെടുത്തിയത് നേരിട്ടുള്ള സെറ്റുകൾക്ക്.